പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്നും ചെരുപ്പ് അഴിച്ചു കളയുക എന്ന് കൽപ്പിച്ചു. നിങ്ങൾ എന്നെ നോക്കിയേ, ഇനി എന്നെ നോക്കിയേ. മോള് വായിച്ചു കേൾപ്പിച്ചല്ലോ. നിങ്ങൾ ഇനി എന്നെ നോക്ക്. ദൈവം പറയുവാണ് നമ്മൾ ദൈവത്തോട് അടുക്കണം. അമ്മി പറഞ്ഞതനുസരിച്ച് ഒരാൾ അടുക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവം പറയുക അടുക്കല്ലേ. സ്തോത്രം. അതിന്റെ കാരണം പറയാ, അടുക്കുകയാണ്. നീ ദൈവത്തോട് അടുക്കുമ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക. ദൈവത്തോട് അടുക്കണമെങ്കിൽ അഴിച്ചു മാറ്റേണ്ടതെല്ലാം ജീവിതത്തിൽ നിന്ന് അഴിച്ചു മാറ്റണം. അതാരുടെ കടമയാണ്? അടുക്കാൻ കൊതിക്കുന്നവന്റെ കടമയാണ്. ഒരാമയും പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പത്രോസിന്റെ ലേഖനത്തിൽ വാക്യമുണ്ട്, വായിക്കാൻ സമയം എടുക്കുന്നില്ല. അവൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധർ ആയിരിപ്പീൻ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടുത്തെ വിശുദ്ധി ശാരീരിക വിശുദ്ധി അല്ല. ഇവിടുത്തെ വിശുദ്ധി ആന്തരിക വിശുദ്ധിയാണ്. ഒരാമയും പറഞ്ഞാട്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, ചിലർക്കൊരു ചിന്തയുണ്ട്, വെള്ള ഷർട്ടും മീശയും വടിച്ച് താടിയും വടിച്ചു കഴിഞ്ഞാൽ വിശുദ്ധനായെന്ന. അങ്ങനില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതൊക്കെ ഒരു ഭാഗം നല്ലതാണെങ്കിലും ഹൃദയം, കർത്താവ് ഒരിക്കൽ പറഞ്ഞു, വെള്ള തേച്ച ശവക്കല്ലറേ, നിങ്ങൾ കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകമോ ക്ലാവ് പിടിച്ചിരിക്കുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞില്ലേ സ്തോത്രമൊക്കെ വരത്തില്ലെന്ന്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ദൈവത്തോട് അടുക്കാൻ പറഞ്ഞ ദൈവം ഒരാൾ അടുക്കാൻ വന്നപ്പോൾ പറയുക അടുക്കരുത്. കാരണം അടുക്കുവാൻ വ്യവസ്ഥകളുണ്ട്. ഞാൻ ഇനി നിങ്ങളോട് പറയാം, ആത്മീക ശുശ്രൂഷയും ദൈവത്തോട് ചേരുന്നതും ഒരു ക്ലബിൽ വരുന്ന പോലല്ല പ്രേയറിന് വരേണ്ടിയ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതിൻ്റെ കാരണം പറയാം. ഹല്ലേലൂയ. ഇച്ചിരുടെ ഗഹനമായ ദൂതിലോട്ടാണ് ഇന്നത്തെ ചിന്തകൾ പോകുന്നത്. എനിക്ക് ഉറപ്പുണ്ട്, ചില അശുദ്ധി വിതയ്ക്കുന്ന അന്ധകാര മേഖലകൾക്ക് ഇന്ന് ക്ഷതമേൽക്കണം. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. സ്തോത്രം. എപ്പോഴും ഓർക്കണം, ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവൻ്റെ അകത്ത് നടക്കേണ്ട മാറ്റങ്ങളുണ്ട്. മാറ്റം നടക്കാതെ ഒരിക്കലും ഒരു പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടത്തില്ല. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളിൽ വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തിയുടെ തടസ്സങ്ങൾ പരിശുദ്ധാത്മാവിൽ ചൂണ്ടിക്കാണിക്കുക. ആ തടസ്സം ഇന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ മാറ്റിയാൽ, ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് കാര്യം പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥിച്ച കാര്യത്തിൻ്റെ മറുപടി നിങ്ങളുടെ വീടിനകത്ത് വെളിപ്പെടും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം മോശയോട് പറയാം, നിന്റെ കാലിൽ നിന്ന് എന്ത് ചെയ്യണം? ചെരുപ്പ്. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്നും ചെരുപ്പ് അഴിച്ചു കളയുക എന്ന് കൽപ്പിച്ചു. ആ വാക്യത്തിലൊരു ധ്വനിയുണ്ട്, ചെരുപ്പ് അഴിച്ചു കളഞ്ഞാൽ നിനക്കടുക്കാം. ശ്രദ്ധിക്കണം. ദൈവം പറയുന്നു അടുത്തു വാ, ഞാനും അടുത്തു വരാം. അടുക്കാൻ കൊതിച്ചവനോട് പറയുകയാണ്, ഇപ്പോൾ അടുക്കരുത്. നീ ഇട്ടുകൊണ്ട് നടക്കുന്ന ചെരുപ്പ്, പഴയ നിയമമായിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ശ്രദ്ധിക്കണം, അത് അഴിച്ചു കളയണം. എന്നിട്ട് നീ എന്ത് ചെയ്യണം? എന്നോട് അടുക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ ഒരാൾ ദൈവത്തോട് അടുത്തെങ്കിൽ മാത്രമേ ആ വ്യക്തിയെക്കുറിച്ച് ദൈവം എന്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടോ അത് ആ വ്യക്തിയിൽ വെളിപ്പെടത്തുള്ളൂ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ കേൾക്കുന്ന പ്രവചനങ്ങളും നമ്മൾ കേൾക്കുന്ന വെളിപ്പാടുകളും നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ കൃത്യമാണ്, അത് നമ്മുടെ മേൽ നടക്കേണ്ടതാണ്. പക്ഷെ എന്താണ് നടക്കാത്തതെന്ന് ചോദിച്ചാൽ, ശ്രദ്ധിച്ച് കേൾക്കട്ടെ, എന്താ നടക്കാത്തതെന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവം പറയുന്ന ലെവലിലേക്ക് ദൈവത്തോട് അടുത്താൽ മാത്രമേ അത് നമ്മളിൽ വർക്കൗട്ട് ആവത്തുള്ളൂ.